വേഗം മാളിയ. ഡോക്ടറെ കാണാൻ ജോലി. ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ. എന്നോടോ തന്റെ പേര്? സ്ലീവ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ. പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും? ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം ഇതിനെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. ഇനി എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും താനെന്ത് പുറത്തോട്ട് നിന്നേ? പുറത്തോട്ട് നിന്നേ, ചെല്ല്. ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുന്നു പറയണ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അളിയാ അത് നമ്മുടെ നിൽക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അളിയൻ കുറച്ചാൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയനൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയ. എടാ ആ ഡോക്ടറെ കൈക്കൂലിയുടെ ആളാ. അല്ല 500 അങ്ങോട്ട് വെച്ചു കൊടുക്കണം. മറിയാമ്മൻ്റെ അടുത്തേക്ക് വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയും ഡീൽ ചെയ്തോളാം കേട്ടോ. എൻ്റെ അച്ഛോ, ഇത് ഉറപ്പായിട്ട് ഇൻഡിബേഷൻ വിടേണ്ടത്. പക്ക റേപ്പാ. എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയൻ്റെ അബദ്ധം ഒരു മികച്ചൊരു അവസ്ഥയിലേക്ക് തന്നു അബദ്ധം. പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഇല്ല ഡോക്ടറെ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്ന് ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. താങ്ക് യു ഡോക്ടർ.